നന്മയുടെ ദേശീയ രക്ഷാധികാരിയായിരുന്നു. അപ്പോൾ നന്മയായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ എല്ലാ കലാകാരും എനിക്കറിയാം. പിന്നെ ഈ പുരോഗമന കഥാപ്രസംഗ കലാസംഘടന എന്നൊരു സംഘടന ഉണ്ടായിരുന്നു. അത് 21ാമത്തെ വയസ്സിൽ അതിൻ്റെ കേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്നു. പിന്നെ പൂക്കാസയും യുവകലാസാഹിതിയും ഇപ്റ്റയും പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജീവിതം തന്നെ സാംസ്കാരിക ആക്ടിവിസ്റ്റിൻ്റെ ജീവിതമായിരുന്നു. അത് ഞാനൊരു വ്യക്തിപരമായ പ്രചാരണമായിട്ട് നടത്താറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തീർച്ചയായും അതുകൂടി അറിയിക്കണം. ഇവിടെ ഇങ്ങനൊരു വേഷം എന്നെ ഇടതുപക്ഷെ ഏൽപ്പിച്ചത് ഈ ട്രാക്ക് റെക്കോർഡ് നോക്കിയിട്ടായിരിക്കും. അതെ, അല്ലാതെ വെറുതെ എന്നെ ആരെങ്കിലും വിളിച്ചു കൊടുത്താൽ നിർത്തില്ലല്ലോ. ഇതിൽ എനിക്ക് വലിയ സന്തോഷം തോന്നിയത് ഇടതുപക്ഷം വളരെ ചിന്തിച്ചൊരഭിപ്രായമാണ്. എഴുത്തുകാരും കലാകാരന്മാരും പാർട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അവരെ കൂടി മുന്നിൽ നടന്നു.